സ്വാമി, അഭിഷേകത്തിന് വേണ്ടി നെയ്യ് എടുത്തോണ്ടൊന്നാ. ശരി രാജ, ഞാൻ അഭിഷേകം ചെയ്തോളാം. നീ വേഗം പോയിട്ട് പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവാ. ശരി സ്വാമി, കൊണ്ടുവരാം. പോയിട്ട് വേഗം വാ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. എന്താളിയാ ആ വലിയ വീട്ടിലെ പെണ്ണിന് എന്തൊരു ഹെഡ് വെയിറ്റ് ആന്ന് നോക്കിയാടാ. നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? നിന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണോ ഇവളുടെ കൂടെ വഴക്കിട്ടെ? വലിയ വീട്ടിലെ ആൾക്കാരോട് നമുക്കെന്തിനാടാ ഈ പ്രശ്നം? അല്ല, ഞാൻ എന്ത് തെറ്റാടാ ചെയ്ത്? നമുക്കെന്തിനാടാ ഈ വലിയ വീട്ടിലെ ആൾക്കാരുമായിട്ട് പ്രശ്നം? നീ പോയാ മഹാലക്ഷ്മിയോട് ക്ഷമ ചോദിക്കേ. ശരി, ഞാൻ പോയി ചോദിച്ചേക്കാം. ആ ശരി. അല്ല പിന്നെ നീ ചെയ്ത മണ്ടത്തരത്തിന് നിന്നെ അടിക്കാതെ പിടിച്ച് ഉമ്മ വയ്ക്കണമെന്നാണോ പറയുന്നത്? സാറി പറയാനായിട്ടാടാ പോയത്. പക്ഷെ പാവാട ഇരിക്കുന്ന എന്റെ കാലിൽ കുടുങ്ങി, എല്ലാം നശിച്ചു. അതോടെ ഇന്ന് തന്നെ അവളുടെ കഥ എന്താന്ന് നോക്കാം. പരിപാടി മഹാലക്ഷ്മി. മഹാലക്ഷ്മി വലിയ വീട്ടിലെ പെങ്കൊച്ചല്ലേ? എന്റെ ചെകിട്ടത്തടിച്ചിട്ട് പാല് കുടിച്ച പശുക്കുഞ്ഞിനെ പോലെ കിടന്നു ഉറങ്ങുമല്ലേ? മഹാലക്ഷ്മി, നിനക്ക് ഓവർ ഹെഡ് വെയിറ്റാ. നീ വലിയ വീട്ടിലെ പെണ്ണാണെങ്കിൽ ഞാൻ ഈ നാട്ടിന്റെ രാജാവ് രാജാവ് രാജാവ്. 3 സിംഹക്കുട്ടിയാടി എന്റെ അടുത്ത്. എന്റെ വീട്ടിലെ പശുമ്പാല് പോലും ഇത്ര വെളുത്തിരിക്കില്ലല്ലോ. ഞാൻ എന്തിനാ പമ്മി ഇങ്ങോട്ട് വന്നതെന്നറിയാവോ? നീ എന്തിനാ എന്നെ ചെകിട്ടത്ത് അടിച്ചതെന്നറിയാനായിട്ടാ. ഞാനൊരു തെറ്റും ചെയ്തില്ല എന്നാ പറയാനായിട്ട് ഇങ്ങോട്ട് വന്നേ. എന്നെ തെറ്റായിട്ട് കരുതും. സോറി, അറിയാണ്ട് ചെയ്ത. എന്തു പറ്റി മോളെ?
എന്തോ ഒരു ദുസ്വപ്നം കണ്ടു മാവാ. മോളെന്തോ സ്വപ്നം കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. നീ ഇന്ന് മോളോട് കിടക്കേ. ആയിക്കോട്ടെ. ഞാനിവിടെ ഇരിക്കാം, നീ കിടന്നോ. കിടന്നോ മോളെ.